പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. സ്വാഗതം പറയുന്നില്ലേ സ്വാഗതം? നമ്മൾ പള്ളിയിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിന്ന് ആദ്യമായിട്ട് സൺഡേ ക്ലാസ്സിൽ ചേരാൻ പോവാണ്, KG സെക്ഷനിൽ അല്ലേ? ഞങ്ങൾ സൺഡേ ക്ലാസ്സിൽ ചേരാൻ പോവാം കേട്ടോ. അപ്പോൾ അവിടെ പ്രവേശനോത്സവം കാര്യങ്ങളും ഒക്കെ കാണും. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ ഒക്കെ കാണാം അല്ലേ? വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ പോവല്ലേ? ഓക്കെ. പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം ടീച്ചേഴ്സ് കുട്ടികളെ എല്ലാം ലൈനായിട്ട് നിർത്തുകയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പാരിഷ് ഹാളിലേക്ക് റാലി പോലെയാണ് കുട്ടികളെല്ലാം വരുന്നത്. അവിടെ ചെറിയൊരു ഇനാഗുറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവേശനോത്സവം പോലെ. അപ്പം എല്ലാവരും റാലിയായിട്ട് പാട്ടുമൊക്കെ പാടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെറോണിയും വരുന്നുണ്ട്. ജെറോണി ഫ്രണ്ടിൽ ആദ്യം കൊണ്ട് നിർത്തിയതായിരുന്നു കേട്ടോ. അവനെ നിർത്തിയേച്ച് അവൻ ജെറോപ്പനെ കണ്ടപ്പോൾ അവൻ്റെ നേരെ പുറകിലേക്ക് അങ്ങ് പോയി. ജെറോപ്പനും അവൻ്റെ ആൽബിൻ ചേട്ടായും അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പുറകെ അങ്ങ് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് പുള്ളി ജെറോമും അങ്ങ് അതുകൊണ്ട് അമ്മ നിൽക്കുന്നതെന്ന് പറഞ്ഞുടനെ ആ കൂട്ടത്തിൽ ഓടി എൻ്റെ അടുത്ത് വന്നു. അവനെ പിടിച്ച് തിരിച്ച് വിട്ട് ആ കൂട്ടത്തിൽ പൊക്കോന്ന് പറഞ്ഞ് അങ്ങ് കയറ്റി വിട്ട്. മടിയൊന്നും ഇല്ലായിരുന്നു പോകാൻ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് LKGയിലേക്ക് വന്ന പുതിയ പിള്ളേരെ എല്ലാം സ്റ്റേജിനടുത്തേക്ക് നീക്കി നിർത്തിയേക്കുക കേട്ടോ. കുറച്ച് പിള്ളേരുണ്ട്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് കുട്ടികളേ ഉള്ളൂ കേട്ടോ. കാരണം LKG UKG ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നിലേക്കല്ലല്ലോ, അത് കാരണം കുറച്ച് പിള്ളേരേ ഉള്ളായിരുന്നു. അടുത്തത് നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള നമ്മുടെ സിജോ അച്ഛനുണ്ടായിരുന്നു, വികാരി അച്ഛനും. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മുടെ HM സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ഷണിച്ചു. അവരവിടെ വന്ന് ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ നടത്തിയത് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ പള്ളിയിലെ കൊയർ ടീമിലുള്ള പിള്ളേരൊക്കെ ഒന്നിച്ച് വന്ന് എല്ലാവരും കൂടി പ്രാർത്ഥനയൊക്കെ നടത്തി. സിജോ അച്ഛൻ്റെ പ്രസംഗം, നമ്മുടെ വികാരി അച്ഛൻ്റെ പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉദ്ഘാടനം നടത്തി. പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ. ഞാൻ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കാരണം നമ്മുടെ പിള്ളേരെ സ്വാഗതം ചെയ്യുന്നത് എല്ലാവരുടെയും മുന്നിലൊന്ന് അവരുടെ ആ പേടിയൊക്കെ ഒന്ന് മാറണ്ടേ അല്ലേ എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ. ഞാൻ ഓർത്ത് ജെറോൺ ആദ്യം കയറത്തില്ലായിരിക്കും, മടിച്ച് നിൽക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ലാണ്ട് കൂളായിട്ട് കയറിപ്പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവർക്കും റോസാപ്പും ഒക്കെ കൊടുത്ത് അച്ഛൻ സ്വീകരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് തോന്നുന്നു അതേ വല്ല മുള്ളിൻ്റെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, എല്ലാം കളഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കൊടുക്കുന്നതല്ലേന്ന് വിചാരിച്ച് അച്ഛൻ ഒന്നുകൂടെ അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അത് കാരണം ഓരോരുത്തർക്ക് ഇച്ചിരി താമസമൊക്കെ വന്ന് പിള്ളേരെല്ലാം ഫ്രണ്ടിൽ വന്നായിരുന്നു. ഇപ്പോൾ ഉണ്ട് ഇത്രയും കുട്ടികളാണ് പുതിയതായിട്ട് LKGയിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പം അത്രയും പിള്ളേർ വന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ്. കാരണം ഇത്രയൊന്നും ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല. ഒന്നിലേക്കല്ലേ സാധാരണ കൂടുതലും വരത്തുള്ളൂ. ഇത് കൊച്ചു പിള്ളേർ സൺഡേ ക്ലാസ്സിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് പിന്നെ അവർക്കൊരു രസം അല്ലേ. എന്തായാലും അവിടുന്ന് പൂവൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തലാണ്. ഓരോ ക്ലാസ്സിലെയും ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്, ഏതൊക്കെ ടീച്ചേഴ്സാണെന്നൊക്കെ ഉള്ളത്. പിന്നെ പുതിയതായിട്ട് വന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സിസ്റ്റർമാരും. അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് വിളിച്ച് അവർക്കും ഇതുപോലെ തന്നെ LKG കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതുപോലെ തന്നെ പൂവൊക്കെ കൊടുത്ത് തന്നെ അച്ഛൻ അവരെയും സ്വീകരിച്ചു. അങ്ങനെ സ്റ്റേജിലെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്കെല്ലാം മുട്ടായി വിതരണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും, അത് പിന്നെ പുതിയ പിള്ളേർ മാത്രമല്ല കേട്ടോ, സൺഡേ ക്ലാസ്സിലേക്ക് വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മുട്ടായിയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ. LKG കുഞ്ഞുങ്ങളായതുകൊണ്ട് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടും ഇവർക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ജെറോപ്പനെയൊക്കെ 1 മണിക്കേ വിടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഏതായാലും കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ ജെറോപ്പനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.